എനിക്കറിയാവുന്ന രീതിയിലൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചു ഹോസ്പിറ്റലിൽ ചെന്ന് എന്നെ ദർശനം കാണിച്ചു കൊടുത്തു. തന്നെ വലിയൊരു ഹോസ്പിറ്റലാണ്, മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ? ക്രിട്ടിക്കലുള്ള സ്റ്റേജ് ഉള്ള ആൾക്കാരെയൊക്കെ അവിടെ കൊണ്ടുവരും. എൻ്റെ കർത്താവാണെങ്കിൽ ദർശനത്തിന് വല്ല മാറ്റമുണ്ട്. അവിടോട്ടൊന്ന് കൊണ്ടുവന്നത് എനിക്കറിയാം. പിന്നെ എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ കൊണ്ടുവന്നു എന്നെ സ്വപ്നം കാണിച്ചു കൊണ്ട് എന്തോ മുണ്ട് ഷർട്ടും എന്തോ ചേച്ചി ഓപ്പറേഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിൽ അവിടെ എന്തുവാ വെള്ള ഡ്രസ്സേ ഇവിടെ ഡീപ്പിക്കത്തും ഇതിട്ട് എന്നെ കേട്ടു. ക്രിപ്റ്റിക്കൽ സ്റ്റേജിൽ ലേബർ റൂമിൽ ഓരോ പേഷ്യന്റും കിടക്കുന്ന ഞാൻ കണ്ട് കണ്ണടച്ചോണ്ടാണ് ഞാൻ പോകുന്നത്. എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു പോവാ. അവിടെ ഞാൻ കിടന്നു വെട്ടിക്കൊണ്ട് എനിക്ക് അങ്ങോട്ട് നോക്കാൻ വയ്യ, ഇടത്തോട്ട് നോക്കാൻ വയ്യ, വലത്തോട്ട് നോക്കാൻ വയ്യ. ക്രിപ്റ്റിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന കണ്ണടച്ചു പിടിച്ചേക്കോ. കണ്ണടച്ചു പിടിച്ചപ്പോ പരിശുദ്ധാത്മ എളുപ്പം എൻ്റെ മേൽ വന്നു. എന്നിട്ട് വന്നത് നീ എളുപ്പം കണ്ണ് തുറന്ന് നീ മോളോട്ട് നോക്കാതെ നോക്കിയപ്പോൾ വലിയൊരു ബ്ലോക്ക് ഞാൻ കിടക്കുന്ന വീടിന് നേരത്തെ. എൻ്റെ കർത്താവ് പറഞ്ഞു 6 മണിക്കും 6:10 മണിക്ക് നിനക്ക് പെയിൻ എടുത്ത് ഞാൻ കുഞ്ഞിനെ. അപ്പൊ ഒരു കൈ ട്രിപ്പ്, ഒരു കൈ ഇങ്ങനെ പതുക്കെ വെച്ച് ഞാൻ ഇങ്ങനെ കണ്ണടച്ചോണ്ട് കണ്ണ് തുറക്കാൻ വയ്യ, മറ്റുള്ള ഈ രംഗങ്ങളിൽ കാണാൻ വയ്യത് ഇങ്ങനെ പഠിച്ച് കർത്താവെ നിന്റെ വലന്റെ ഭാര്യ സ്ത്രീയെ നീ എന്ത് കുഞ്ഞുങ്ങളെ നൊന്തു പറഞ്ഞു ഈ സ്ത്രീയെ ഈ പെയിൻ എനിക്ക് വരും. അത് പറഞ്ഞ് തീരുന്നു മുമ്പ് ഈ ശബ്ദം ഞാൻ കേൾക്കും. പ്രിയ ദൈവമക്കളെ, കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാവും. ഡോക്ടർമാർ പറഞ്ഞു കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവർ പറഞ്ഞെന്തോ എന്നെ ഓപ്പറേഷൻ ചെയ്ത് ഒരു ചലനമില്ല. ഞാൻ നേഴ്സുമാർ ഡോക്ടർമാർ കഴിയുമ്പോൾ പറഞ്ഞെന്തോ വിശക്കുന്നു 3 ദിവസമായി നിങ്ങൾ നോക്ക് ആഹാരം ചെല്ലുന്നുണ്ടോ. ഞാൻ പറയാം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു എളുപ്പം പ്രസവിച്ച് എളുപ്പം എല്ലാം കഴിക്കാമെന്ന് ചിരിച്ചു. ഞാനൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു സിസ്റ്ററെ എനിക്ക് വിശക്കുന്നു, ഒരു തരുമോ? ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് പറഞ്ഞ് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആത്മാവിൽ ആരാധിച്ചു, ഹൃദയം കൊണ്ട് ആത്മാവിൽ ആരാധിച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധം പറഞ്ഞ അതേ ടൈമിൽ ഒരു സെക്കൻഡ് ഡോക്ടർമാരിങ്ങനെ TV കാണുമ്പോൾ കമ്പ്യൂട്ടർ കണ്ടുകൊണ്ടിരിക്കുക വരും. എൻ്റെ സൈഡിൽ തന്നെ ഒക്കെ സൈഡുണ്ട്. അവര് പോലും അത്ഭുതം കൂടി സിസ്റ്റർ പെട്ടെന്ന് പേഷ്യൻ്റെ എടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് അടുത്ത ലേബർ റൂമിലേക്ക് കൊണ്ടുപോകും. ഞൊടിയിടെ എന്നൊക്കെ ദൈവോചനം പറയുന്ന ഒരു കാര്യം തക്ക സമയം മുൻപും ചെയ്യത്തില്ല, തക്ക സമയം. ഞാൻ നിങ്ങളോട് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്തില്ലേ? പരിശുദ്ധങ്ങളോട് പറയുമ്പോ പറയാം. അപ്പൊ അങ്ങനെ ആ ടൈമിൽ പറഞ്ഞ സമയത്ത് തന്നെ കർത്താവ് എനിക്ക് കുഞ്ഞിനെ കൊണ്ട് തന്നിട്ടപ്പോൾ ഞാൻ നേരത്തെ 3 ഡെലിവറി സമയത്തും ഈ അമ്മമാരെടുത്ത് കൊണ്ട് കുഞ്ഞിനെ കാണിച്ച് ഇന്ന കുഞ്ഞാന്ന് പറഞ്ഞ് ചുംബനമൊക്കെ കൊടുക്കും. 3 കുഞ്ഞുങ്ങൾ. ഇവരെനിക്ക് അങ്ങനൊന്നും ഈ കുഞ്ഞിൻ്റെ വാങ്ങിയില്ല. അപ്പോൾ ഇവരടുത്ത പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ സിസ്റ്ററോട് സിസ്റ്റർ എൻ്റെ കുഞ്ഞ് എന്ത് കുഞ്ഞാ എനിക്കതാ അറിയാം. ഞങ്ങൾ ഗൾഫ് രാജ്യത്തിലെ പാസ്റ്റർമാരും സഭയും ഈ നാട്ടിലും നാട്ടുകാരും ഞങ്ങളുടെ സഭക്കാരും എല്ലാവരും ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു എനിക്ക് പെണ്ണിന് പേരും കണ്ടിരിക്കുക. നിങ്ങളൊന്ന് ഓർത്തേ സിസ്റ്റർ. എൻ്റെ മക്കൾ 2 പേരും നാണക്കടലിൽ 10 വയസ്സോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവനും വിശ്വസിച്ച് പറയാം ഞങ്ങൾക്ക് പെൺകുഞ്ഞിനെ ദൈവം എനിക്ക് എന്തോ ചെയ്യും നാണക്കേടില്ല. ഈ സിസ്റ്റർ ഓടി വന്ന് പറയുവാ സിസ്റ്ററെ അനിതയ്ക്ക് കിട്ടിയേക്കുന്നേ ആൺകുഞ്ഞ്. എന്റെ സിസ്റ്റർമാരെ ഈ ബലൂൺ കാറ്റൂരി വിട്ടാൽ എങ്ങനെ ഇരിക്കും ജാനുവാജി കേൾക്കുന്നോ? അതപ്പോലെ എന്റെ ആദ്യത്തെ വിഷയം എന്തുവാ എങ്ങനെ ഞാൻ സഭക്കാരുടെ മുമ്പിൽ അവരോടൊക്കെ ഉറപ്പിച്ചു പറയും എല്ലാവരും ചെയ്ത ദൈവം എനിക്ക് പെൺകുഞ്ഞിനെ തരും. പിന്നെ അച്ഛനോട് പറയും, പിന്നെ എൻ്റെ മക്കളോട് സഹോദരങ്ങൾ എല്ലാവരും ഇത്രയും കൂടെ ഭയങ്കര ആഴമേറെ വിശ്വാസം വരും. എന്താണ് ഇതിനൊക്കെ പെണ്ണിനെ കിട്ടാനെന്ന് പറയത്തില്ല. എനിക്കങ്ങ് വയ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ പറയണം അറിയില്ല. കർത്താവിനെയും വഴി പറഞ്ഞ്
എല്ലാവരെയും വഴി നാളെ വിട്ട് ഞാൻ എന്തോ പറയണമെന്ന് ഞാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഒരു പെണ്ണിന് ചെയ്യാൻ പറ്റാത്തത് ഒരു പെണ്ണിന് ചെല്ലാവുന്ന ഒരു പരിമിതി അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇതൊക്കെ പറയുന്നത്. ഞാൻ ഈ സാക്ഷ്യമൊന്നും പറഞ്ഞില്ല. ദൈവാത്മാവിനോട് പറഞ്ഞു കേട്ടോ, ദൈവത്തിനോട് പറഞ്ഞു പെണ്ണെന്നുള്ള ആഗ്രഹം നിന്നിൽ തന്നു. കാരണം ഇത്രയും ഞാൻ കൊണ്ടും 10ാം ക്ലാസ് പഠിക്കുന്ന മോനെ, 15 വയസ്സുള്ള മോനെ, പിന്നെ അതിന് താഴെ 13 വയസ്സുള്ള മോനെ, ഇത്രയും 2 മക്കളുള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതിനോട് യാത്രയൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? പലരും ദർശനം കൊടുത്തു, എനിക്ക് ദർശനം തന്നു. അതിനുശേഷം ഈ ഒരു ആഗ്രഹം, പെണ്ണെന്നുള്ള ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട് ഇന്ന് ഓർക്കാൻ എന്നെ കേൾക്കുന്ന ദൈവത്തോട് ദൈവാത്മാവ് പറയാം, ചില ആഗ്രഹങ്ങൾ നമുക്ക് ദൈവം അല്ലേ, ചില ആഗ്രഹങ്ങൾ എന്ത് ചെയ്യോ, പക്ഷെ ആ ആഗ്രഹം പോലെയല്ല ചെറുത്. കർത്താവ് ആഗ്രഹം കൊണ്ടിട്ട് ചില പ്രവൃത്തി ദൈവാത്മാവ് ചില പദ്ധതികളാക്കി തീർക്കാം. ആഗ്രഹത്തില്ല, പക്ഷെ ഇത് ദൈവം എന്തോ കാരണം കർത്താവിനവനെ കോഴ്സും പഠിച്ചു തീരണം. കർത്താവിന്റെ സാക്ഷ്യം ആത്മീയനാക്കണ്ടേ അവനെ. അപ്പൊ ഇതിനെ കൂടെ പോകണ്ടേ? അതുകൊണ്ട് എന്ത് ചെയ്ത് എന്നോട് കർത്താവ് പറഞ്ഞു, നിനക്ക് ഒരു പെൺകുഞ്ഞെന്നുള്ള ആഗ്രഹം നിന്റെ ശിരസ്സുകളിലേക്കും ധമനികളിലേക്കും ചിന്തകളിലേക്കും നിലവുകളിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ചിന്തയും ആഗ്രഹവും മോഹവും എന്നിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് ആരെ തന്നു? കർത്താവ് കാണിച്ചത് ലാബാന്റെ പരിപാടി കാണിച്ചു. റാഹേലെ കൊടുക്കാൻ പറ്റുന്ന ആരെയാ കൊടുത്തില്ല. ആ പരിപാടി നമ്മളൊക്കെ ആണെങ്കിൽ അന്ന് ദേഷ്യപ്പെടില്ലേ? ചിന്തിച്ച് ദേഷ്യപ്പെടരുത് കേട്ടോ, ദേഷ്യം വേടരുത്, അത്തളി കിടക്കുവാ. അപ്പൊ എന്നോട് കർത്താവ് എന്നാലും അവിടെ വെച്ച് ദൈവാത്മ പോലെ പേരാ ഇമ്മാനുവലില്ല. അത് കഴിഞ്ഞു നമ്മൾ ഈ ലോകപരമായിട്ടൊക്കെ ജാതി മാറിയിട്ടില്ലല്ലോ, വേറെ ജാതി ഇങ്ങനെ നമ്മൾ കിടക്കും. ആൾക്കാർ പഠിത്തമില്ല, കുഞ്ഞുങ്ങളുടെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കേട്ടോ, എനിക്ക് അതൊന്നും ദൈവം അതിനൊന്നും പോലെ അതിനപ്പോൾ ദൈവം അങ്ങ് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയാണ് പേര് മാറ്റിയത്. അവിടെ പോയി ആ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്ന് ഞാൻ കിടക്കുമ്പോൾ അടുത്ത ക്രിട്ടിക്കൽ ഇവരെ കൊണ്ടുവരുന്ന ക്രിട്ടിക്കൽ നേഴ്സറിലോട്ടാണ് കൊണ്ടുവരുന്നത്. കാർഡ് മാറുക അവിടെ നിന്നെല്ലാം നേതൃത്വം ഓടിച്ചു വിടുക. അവിടെ നിന്നെല്ലാം ദൈവം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അടുത്ത വിഷയം അവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു പുതിയ നിയമം ഇപ്പോൾ അന്നേരം തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ പേരിടണം. പെണ്ണിന് പേര് കണ്ടുവിട്ടിട്ട് ഞാൻ എവിടെ ചെന്ന പേര് കാണാനാ പറഞ്ഞ റെജിനോട് എല്ലാവരും ഞങ്ങളുടെ സഭക്കാരൻ, എൻ്റെ വീട്ടുകാരൻ, ദർശനം എല്ലാവരും എൻ്റെ മക്കളെ ഞാനും പേരിട്ട് വെച്ചപ്പോ മിനിസ്റ്ററെ പെണ്ണ് എന്ത് ഹസ്ബൻഡിന്റെ ചേട്ടനും ചേച്ചിയാ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, എന്നെ കൊച്ചെ എന്തെങ്കിലും പേര് സെലക്ട് ചെയ്തിട്ടുണ്ടോ? നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ സർട്ടിഫിക്കറ്റിലൂടെ പേര് അതിൽ ആപ്ലിക്കേഷൻ അവിടെ കൊടുക്കണം, പേരുണ്ടെങ്കിൽ പറയാൻ. ഞാൻ പറഞ്ഞു എന്തോ പറയാനാണ്, പെണ്ണിനെല്ലയോ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞാൽ പറയാം. അപ്പം ഞാൻ ആ ടൈമിൽ വിളിച്ചു, ഏതോ സമയത്ത് അച്ഛനെ വിളിച്ചു, ഹോസ്പിറ്റലിൽ കിടന്നു. വിളിച്ചപ്പോൾ എന്നോട് നീ നമ്മൾ കണ്ടേക്കുന്ന പെണ്ണിനെല്ലയോ, നീ ഏതായിരുന്നു ഞാൻ അവിടെ വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു അത് അവൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊഫഷണൽ പേരാണ്, നെയ്മാണ്. അപ്പം നമ്മളത് ഇപ്പം കൊടുക്കണ്ടേ? നിങ്ങൾ കേൾക്കണം, നമ്മുടെ കർത്താവിൻ്റെ പദ്ധതിയാണ്. 15 മിനിറ്റ് എനിക്ക് എന്താ പറഞ്ഞു, ഒരു ഗാഢ നിദ്ര. ആർക്കാ വരുന്നത് ഗാഢ നിദ്ര? ആർക്കാ വരുന്നത്? എന്താ വരുന്നത്? കർത്താവ് പറഞ്ഞല്ലേ ഞാൻ നിങ്ങളോട് പറയണം. ഗാഢ നിദ്ര വരുത്തിയിട്ടില്ലേ? നമുക്ക് ആരെ തന്നു? ആരെ തന്നു? ഗാഢ നിദ്ര ചെയ്തിട്ടാ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർക്ക് മനുഷ്യനല്ലേ ദൈവം. കാരണം അവന്റെ ആദാമിന്റെ എല്ലിൽ എന്തുവാ ഒരു ജീവൻ പുറത്തു വരണം. അത് എന്ത് ചെയ്യണം? ഗാഢ നിദ്ര. എന്തെങ്കിലും അവിടെ ആദ്യത്തെ ഓപ്പറേഷൻ എവിടെയാണെന്നോ?
ആദ്യം സർജറി നടക്കുന്നു കേട്ടോ. ആദ്യത്തെ സർജറി എവിടാ സിസ്റ്റേ? സർജറിയൊക്കെ പോയി കേട്ടോ. സർജറി പോയി സ്കാനിങ് റിപ്പോർട്ട് പോയി സാധനോട്ട് എഴുന്നേറ്റോ കേട്ടോ. ആദ്യത്തെ ഓപ്പറേഷൻ എവിടെ നടന്നു? വെച്ചെത്തില്ല കേട്ടോ. അങ്ങനെ അവിടെ വെച്ചൊരു ഗാഠനിദ്ര എനിക്കും അവിടെ വരുത്തി. ഏറെക്കോട്ടത്തിൽ വരുത്തി ആന്റി ഒരു ഗാഠനിദ്ര മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എനിക്ക് വന്ന അങ്ങളെ കേട്ടോ. അവിടെ കിടന്നോണ്ട് എന്നെ കാണിക്കുന്ന അനേകം മരിച്ചു കിടക്കുന്ന രോഗികളെ സൗഖ്യമാക്കുന്നു. സ്തോത്രം ദൂത് പറഞ്ഞില്ലേ? അനേകം മരിച്ചു കിടക്കുന്നവർക്ക് ജീവൻ പകരുവാനാ ഞാൻ പെണ്ണെന്നുള്ള ആഗ്രഹം നിന്റെ മേൽ വരുത്തി ഒരു ആൺ തലമുറയെ നിനക്ക് തന്നിരിക്കുന്നത്. അനേകം പേർക്ക് ജീവൻ മരിച്ചു കിടക്കുന്ന വിഷയങ്ങൾ ജീവൻ പകരുവാൻ ഞാൻ അഭിഷേകം ചെയ്തവനെ അവൻ എന്തോ പേരുണ്ടെന്നറിയോ? ജീവൻ. മോന്റെ പേരെന്തുവാ? യേശു. ദൂത തെറ്റു എന്നെ ഒന്ന് ഉറപ്പിച്ചു. അപ്പൊ നമ്മളെ എല്ലാരും നടത്തുന്ന ആരാ? പരിശുദ്ധാത്മാവ്. ദൂത് പറഞ്ഞു ഞാൻ മരിക്കാം. ദൂത് കേട്ട കൂടെ ഇരിക്കുന്നവർ മരിച്ചു പോവാം. ദൂത് മരിക്കുവാ നീ ദൂത് പുറത്തു വരും. അങ്ങനെ കൃപയാ അവിടെ കൊണ്ട് അത്ര നിനക്കും അത് കഴിഞ്ഞ് ഒത്തിരി കാര്യമുണ്ട്. കർത്താവ് വിളിച്ചവൻ എന്നോട് ദൈവാത്മ ഓടിക്കൊണ്ടുപോകുന്നൊരു വിഷയം ഞാൻ എവിടെയോ അത് മറന്നുപോയി. എവിടെയോ എൻ്റെ അച്ഛൻ്റെ വലിയ വിഷമം വരുന്നുണ്ട്. ഒരു വിഷമവും വേണ്ട നിങ്ങളെ ഇരുത്തി മുഷിയിപ്പിക്കുന്നത്. നിങ്ങളെ മുഷിച്ചാൽ നിങ്ങൾ പറയാൻ എന്താക്കും? കർത്താവിനോട് പറഞ്ഞില്ല. കാരണം വെച്ചാൽ ഞാൻ വിട്ടുപോയ കാര്യം പരിശുദ്ധാത്മ എന്നെ കൊണ്ടുവരുവാ. 10 വർഷം കുഞ്ഞുങ്ങളില്ലാതെ UK ഭവനത്തെ പറ്റി പറഞ്ഞേ എവിടെയോ ഞാൻ പറഞ്ഞില്ലേ? ആത്മാവിനോട് കൊണ്ടുവരും. അതേപോലെ ആളെ കൊണ്ടുവന്നേക്കുന്ന അവിടെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ടു ആ ശിശുവും കുടുംബവും 4-10 കുഞ്ഞിനെ പ്രസവിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മെസ്സേജ് വന്നു. അന്നേരം ലേബർ റൂമിൽ കിടക്കുന്ന കുഞ്ഞിനെ അമ്മയെന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. ഭയങ്കര സന്തോഷമായി. അപ്പൊ എന്റെ വിഷയം അതല്ലല്ലോ. 3 വർഷം സഭ എന്ത് ചെയ്തു? പ്രാർത്ഥന 2 പ്രാവശ്യം മാറ്റി. 3ാമത്തെ പ്രാവശ്യം സഭ എന്തോ അതാ പറഞ്ഞത്. സഭയുടെ മധ്യേ ദൈവദാസൻ പ്രാർത്ഥന ക്രമീകരിച്ചു. ഞാൻ എന്ത് പൈസ ഇല്ല, 1 രൂപ പോലും ഇല്ല. സത്യസന്ധമായിട്ട് പറയാങ്ങളെ നിങ്ങളെ തിരുവചനം എടുത്ത് പറയും. 1 രൂപ ഞങ്ങളുടെ കയ്യിലില്ല. അന്ന് രാത്രി 12 മണിക്ക് എനിക്ക് മെസ്സേജ് വരുന്നു. അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? എന്റെ ഇതിന്റെ അപേക്ഷ എന്ത്? ഇതിന്റെ അപേക്ഷ എന്ത്? ഏലിയ പ്രവാചകൻ പറയുന്നു. ഏലിയ പ്രവാചകൻ പറയുന്നു നിന്റെ കയ്യിൽ എസ്തേറിനോട് ചോദിക്കുന്നു നിന്റെ പക്ഷാപാതക്കാരനോട് ചോദിക്കുന്നു സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇതേപോലെ എനിക്കൊരു ചോദ്യം UK എന്ന് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അത് എന്തുവാ ചെയ്യുന്നത് മനസ്സിലാക്കണം. ആ UK ഒത്തിരി ഏജ് ചർച്ച പോകുന്ന കുടുംബം ഒത്തിരി കഷ്ടന്മാർ ഒത്തിരി ആൾക്കാരുണ്ട്. അവര് തലമുറ ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി ഓഫറേറ്റിനൊക്കെ കൊണ്ടുപോയി സാമ്പത്തികമൊക്കെ കൊടുക്കുകയും ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്ത കുടുംബം. അപ്പൊ അവർക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റും. പറ കൊടുക്കാൻ പറ്റാൻ. ഏലിയാവിനെ കെരീന്ന് കൂട്ടിക്കൊണ്ടിരുത്താൻ ഉറങ്ങോ? ഉറങ്ങോ? എന്റെ ഭക്ഷണം എവിടെ കൊണ്ടിരിക്കോ? കെരീന്ന് തോട്ടിലാണ്. അവിടെ ആരും ചെന്നെത്തത്തില്ല. അവിടെ ആർക്കേ ചെല്ലാൻ പറ്റും? കാക്കയ്ക്ക്. ചരിത്രം പഠിക്കുമ്പോ ഏലിയാവിരിക്കുന്ന കെരീ തോട്ടിൽ മലങ്കാക്കയുടെ കൂടാരം. അവിടെ ആർക്ക് പറ്റും? കാക്കയ്ക്കേ പറ്റത്തുള്ളൂ. അവിടെ അതേപോലെ ഈ കാക്ക ഇവർക്ക് വേണമെങ്കിൽ അവിടെ എല്ലാം സഭകളുണ്ട്, ആൾക്കാരുണ്ട്, എന്നേക്കാൾ വലിയ വലിയ വാസ്തുമാരുണ്ട്. പക്ഷേ കർത്താവ് വിളിച്ചു പറയാ. ആ സിസ്റ്റർ പറ പ്രാർത്ഥന ക്രമീകരിക്കണം. ഞാൻ പറഞ്ഞാതെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന വെച്ചേക്കോ? അയ്യോ ആണോ സിസ്റ്റർ? അതെ, ഫുൾ ചെലവ് ഞാൻ. കേട്ടോളേ, ഫുൾ ചെലവ്. എത്ര രൂപ? എത്ര വർഷന്മാരുണ്ട്? എത്ര പേര് വീട്ടിൽ വരും?
എന്ത് ചെലവ് വന്നാലും ഞാൻ നടത്തിക്കോളാം കേട്ടോ. ഏരിയാവിന് അഡ്രസ് കയറ്റിയോ? കാക്കയ്ക്ക് അഡ്രസ് കയറ്റിയോ? കാക്കയുടെ കയ്യിൽ എന്ത് കിട്ടിയാലും കൊത്തി തിന്നുന്ന. ഞാൻ ദൈവജനത്തിൽ പഠിച്ചപ്പോൾ എനിക്ക് ദൈവാത്മാവെന്നൊരു ഭാവനയാ. കാക്കയുടെ ചുണ്ടായിരുന്നു ഏലിയാവിന്റെ പാത്രം. തന്ന ദൈവം തന്ന ഭാവനയാ കേട്ടോ. സ്വോത്രം. എത്ര ഭംഗിയായിട്ടാ കർത്താവ് നമ്മുടെ വിഷയങ്ങളുടെ റിപ്ലൈ വരുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് കൂടെ വരണം. ഭംഗിയായിട്ടാ മോശസ് മറുപടി തരാൻ മനോഹരമായിട്ടാ മനോഹരം. ആരും അതാ വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത്. കുടുംബത്തെ കുറിച്ചുള്ള പദ്ധതി, തലമുറയെ കുറിച്ചുള്ള പദ്ധതി സമയാവുന്നത് മാറുന്നേക്ക് ദൈവം അങ്ങനെ ആ പവനെ വിളിച്ചിട്ട് പറഞ്ഞു എത്ര ജനമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു വേണ്ട സിസ്റ്റർ എമൗണ്ട് പറഞ്ഞു പറ്റത്തില്ല. ഞാൻ നിങ്ങളുടെ ഇഷ്ടം പോലെ അല്ല സിസ്റ്റർ പറഞ്ഞു. മാന്യമായ ഒരു നന്മ ഞാൻ ദൈവാത്മാവ് പറഞ്ഞ പ്രകാരം പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട 3 മാസം കൊണ്ടായിരുന്നു വെച്ചാൽ 3 വർഷമാരുണ്ടായിരുന്നു. എല്ലാ ദൈവവും കഴിച്ച് മിച്ചം വന്നതും നമ്മുടെ കർത്താവ് ആരാ? അസാധ്യങ്ങളെ ഞാൻ നിങ്ങളൊക്കെ ഈ വചനങ്ങളൊക്കെ വായിച്ച് ക്ഷീണിച്ച് മറച്ച് മാറ്റി വെക്കരുത് ആന്റി. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഓരോ വാക്കും വചനങ്ങളും കർത്താവ് എന്റെ ഹൃദയത്തിൽ തന്ന് എന്നോട് പറയുന്നേ. മോളി സിസ്റ്റർ പറയുന്നേ. അതുകൊണ്ട് ദൈവം പറഞ്ഞ ശുശ്രൂഷയെ കരുത്തിയ എടുത്തു പോണോ? അടുത്ത് പോണോ? സ്റ്റേജിൽ കയറും. സാക്ഷ്യമുണ്ട്. കയറണ്ടേ? പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ദൈവാത്മാവ് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. വീണ്ടും ഇന്നും ഞാൻ എന്നോട് ദൈവാത്മാവ് ഇന്നും നിങ്ങളുടെ മുമ്പിൽ ഈ പ്രാർത്ഥന ക്രമീകരിക്കുമ്പോൾ 21 ദിവസം ആകുമ്പോൾ ഞാൻ കർത്താവിനോട് അപ്പ എങ്ങനെയാ കാര്യങ്ങൾ എങ്ങനെയാ അപ്പ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് ഞാൻ ഇത്ര എമൗണ്ട് നട്ടിട്ടില്ലാത്തത് പറഞ്ഞത് ആരാ? അയൽക്കാരെ നോക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി ഭാവി എഴുതാൻ നാട്ടുകാരുടെ ഭാവി എഴുതാൻ പറ്റുമോ? നമ്മുടെ കൂട്ടിൽ ആരാധിക്കുന്നവന്റെ കയ്യിലാണോ നമ്മുടെ കുടുംബത്തിന്റെ ഭാവി? അതിനേക്കാൾ ദുഷ്ട പിശാചിന്റെ കയ്യിലാണോ? ദൈവവചനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ വായില അത്തരങ്ങളുടെ ഫലം നമ്മളെപ്പോഴും കർത്താവും എന്ന് വെച്ചാൽ ഇല്ല എന്ന് വെച്ചാൽ ഇല്ല. ആ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ടു, വചനത്തിൽ ബലപ്പെട്ടു കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ പുതിയ വർഷത്തിൽ പുതിയ കൃപാവരങ്ങൾ പ്രാപിച്ചു ആ വീടിനകത്ത് ശൂന്യമായി കിടന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദിവസക്കാലം ദിവസത്തിൽ പ്രാപിച്ചു യഥാസ്ഥാനപ്പെട്ട് ക്രമീകരിക്കട്ടെ. എന്തെങ്കിലും ചോർന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് വെച്ചു ഈ ദിവസക്കാലം അതിനെ പരിശുദ്ധാത്മാവ് ചെയ്യും വാർത്തയ്ക്കും തിരുവചനം പഠിക്കുമ്പോൾ പിന്നീട് ആ എലിസ പ്രവാചകന്റെ മുമ്പിൽ ചെന്ന വിധവയായ സ്ത്രീയുടെ ഭരണിയിൽ എണ്ണ വറ്റിയിട്ടില്ല. സമയം ഒരു വാക്യമുണ്ട്. ഈ ഭൂമി ഉള്ളിടത്തോളം മാവും ഭരണിയിൽ എണ്ണ കഴിഞ്ഞ ദിവസം എന്നെ കാണിച്ചു ദർശനം ഞാൻ കഴിഞ്ഞ രാത്രി കണ്ടു. എളുപ്പം പറയാം. വലിയൊരു ശരീരം അതിനകത്ത് എന്ത് ചെയ്യുക? എണ്ണ തിളച്ച് കിടക്കുക. പ്രശ്നം എന്താ എണ്ണ തിളച്ച് മറിയുമോ? ഞങ്ങൾ സെന്ററിൽ ഉൾപ്പെട്ട ഒരു ദേവദാസനെയും ഒരു ബ്രദറിനെയും ഒരു അച്ഛനെയും എൻ്റെ ഹസ്ബൻഡ് വേറൊരു അച്ഛനെ ഇത്രയും പേരെയും കാണിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊണ്ടുപോകാൻ പറയാം. ഇല്ല, സേതുവിൻ്റെ അനിതയുടെയൊക്കെ ആ പാത്രം എടുത്ത് ഇവിടെ ഇടാൻ പോവാം. തിളച്ച് മറിഞ്ഞു കിടക്കുന്ന എണ്ണയ്ക്കകത്ത് എന്തിനാണെന്നോ ഈ എണ്ണയ്ക്കകത്ത് തിളച്ച് മറിഞ്ഞു വരുമ്പോൾ ഈ ഇടുന്ന പാത്രം മറ്റൊരു പാത്രമാക്കി എന്നെ നിങ്ങളെ
കർത്താവ് വരാൻ താമസിക്കാൻ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാരെ നിങ്ങളെല്ലാം ആരാ? ക്രിസ്തുക്കളാ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും, ലോകത്തിന്റെ വസ്ത്രമാകും. നല്ല സാക്ഷികളാണ്. കർത്താവ് വരാൻ താമസിച്ചാൽ കർത്താവിന്റെ തിരുവചനമായി അനേക സ്റ്റേജുകളിൽ കയറണം, കർത്താവിന്റെ സാക്ഷ്യമായി അനേകം ഭവനങ്ങളിൽ പോകണം, ജില്ലകളിൽ പോകണം, രാജ്യങ്ങളിൽ പോകണം. കേട്ടോ, രാജ്യങ്ങളിൽ സാക്ഷ്യം പറയണ്ടേ? അപ്പൊ അവിടെ എല്ലാം കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് ഏലിയാവ് പറഞ്ഞതുപോലെ ഞാൻ നിനക്ക് എന്ത് പരിശുദ്ധമ്മ പറയുക, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ദൈവത്തിന്റെ പരിശുദ്ധത വ്യക്തമായി മനസ്സിലാക്കുന്നു. എന്റെ ശരീരത്തിൽ, എന്റെ അതരത്തിൽ ദൈവാത്മാവ് സംസാരിച്ച വാക്കുകളും വചനങ്ങളും എല്ലാം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതാണ് ഭൂമിന്റെ അകത്തളത്തിൽ കിടക്കത്തില്ല, അതതിന്റെ പ്രവൃത്തി ചെയ്യും. കടന്നു വന്ന ക്ഷണിച്ച് കടന്നു വന്ന എല്ലാ എന്റെ പ്രിയപ്പെട്ടവർക്കും, എന്റെ കുഞ്ഞുങ്ങൾക്ക്, എന്റെ സഹോദരിമാർക്ക്, പ്രിയ അച്ഛനെ കുഞ്ഞുങ്ങൾക്കെല്ലാം വേഗം നാമത്തിൽ സ്നേഹവും മധുരവും സാഗതവും ഒക്കെ വീണ്ടും ഞാൻ നിങ്ങളെ ചെയ്യുന്നു. ഇത്രയും സമയം നിങ്ങൾ എന്റെ ദൈവജനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനും ദൈവസന്നിധിയിൽ എന്റെ മെസ്സേജ് കേൾക്കുവാനൊക്കെ ദൈവം നിങ്ങളെ സഹായിച്ചു. സഹിഷ്ണുതയോടെ, ക്ഷമയോടെ, ഉത്സാഹത്തോടെ, എരിവോടെ നിങ്ങൾ ഇരുന്നതിന് ഞാൻ നന്ദി വ്യക്തിപരമായ രീതിയിൽ ഭവനത്തിന്റെ പേരിലൊക്കെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് താമസിച്ച വീണ്ടും നമുക്ക് കാണാം. ദൈവത്തിന്റെ ശക്തമായ വേല നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ടീം പ്രവർത്തനങ്ങളുടെ ആഗ്രഹിക്കുന്ന സഹോദരിമാര്, കർത്താവ് വരുന്ന അടുത്ത പ്രാർത്ഥനയിൽ പുതിയ പുതിയ സഹോദരിമാരെ മെസ്സേജിനായാലും പാട്ടിനായാലും കാര്യങ്ങളൊക്കെ ദൈവം സാക്ഷ്യമായിട്ടൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞോ ആന്റി, പറഞ്ഞോ. ഇവിടെ വന്ന് ഏത് വിഷയം കൊണ്ട് ഈ ഭവനത്തിൽ കയറി വന്നാലും വിടുതൽ പ്രാപിച്ച് ഈ ഭവനത്തിൽ നിന്ന് മടങ്ങിപ്പോകും. കുളം തന്നെയാണ് ഈ ഭവനം സ്നേഹത്തിൽ കടന്നു വരുന്നത്. അതുപോലെ തന്നെ ദൈവാസിന്റെ പിന്നെ നാവിന്ന് തന്നെ പുറപ്പെട്ട ദൈവോധനം എന്നോട് സംസാരിക്കുന്നു. നിന്റെ അധര ഫലം, നിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ഓരോന്നും അതുപോലെ തന്നെ സംഭവിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും ആമേൻ ദൈവത്തിന്റെ നാവാക്കി ദൈവ ദിവസങ്ങൾ യേശു പറഞ്ഞതുപോലെ തന്നെ ആദിയാവനാണ് ഉൽപ്പത്തി 1-ാമത്തെ തന്നെ ദൈവത്തിന്റെ വചനം പറയാം. ആമേൻ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ആമേൻ ഭൂമി ഉണ്ടാകട്ടെ, സസ്യങ്ങൾ ഉണ്ടാകട്ടെ, ആമേൻ സകലതും ഉണ്ടാകട്ടെ എന്ന് ഈ ദിവസം നമ്മുടെ നാവുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് അഭിഷേകങ്ങളെ ഏറ്റുനോക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നിന്നെ അതരത്തിൽ തന്നെ ആമേൻ സകലതും പുറപ്പെട്ടു വരും. നീ അത് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. അത് തന്നെ നമ്മുടെ നാവിലെ ദിവസങ്ങൾ അതിനു വേണ്ടി പ്രയോഗിക്കണം. അതുകൂടാതെ ഞാൻ ഇവിടെ നിന്നപ്പോ തന്നെ ദാസിസം വചനം സംസാരിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം എന്നെ ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ അറിയിച്ചൊരു വചനമാണ് യോഹന്നാന്റെ സുവിശേഷം. ആമേ അതിന് 2-ാം അധ്യായത്തിന് ആമേ അനേക പുറത്ത് കിടക്കുന്ന പാത്രങ്ങളെ